ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ഒരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതി തുടങ്ങുന്നതിന് സംസ്ഥാന സർക്കാർ ബജറ്റിൽ 10 കോടി രൂപ അനുവദിക്കാൻ പ്രവർത്തിച്ച നജീബ് കാന്തപുരം MLAയ്ക്കും മഞ്ഞളാംകുഴി അലി MLAയ്ക്കും പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ സ്വീകരണം നൽകും. ജൂൺ 27 വൈകിട്ട് 6 മണിക്ക് മുനിസിപ്പൽ ടൗൺഹാളിൽ നടക്കുന്ന സ്വീകരണ പരിപാടി സംബന്ധിച്ച് മർച്ചന്റ്സ് അസോസിയേഷൻ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ വിവരിച്ചു. പെരിന്തൽമണ്ണ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഭാഗമാണ് വ്യാപാരികൾ. ഈ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഒരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണമെന്നത് മർച്ചന്റ് അസോസിയേഷന്റെ നിരന്തരമായ ആവശ്യമാണ്. ഈ ബൈപ്പാസ് പദ്ധതിക്ക് പ്രതീക്ഷ നൽകിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നത്. പദ്ധതിക്ക് പ്രത്യേക താൽപ്പര്യമെടുത്ത മുഖ്യമന്ത്രി VD സതീശനെ മർച്ചന്റ് അസോസിയേഷൻ അഭിനന്ദിച്ചു. ബൈപ്പാസ് റോഡ് പദ്ധതിയുമായി മുന്നോട്ടു പോവുകയും ഫണ്ട് അനുവദിക്കുന്നതിന് പ്രവർത്തിക്കുകയും ചെയ്ത MLAമാരായ നജീബ് കാന്തപുരം, മഞ്ഞളാംകുഴി അലി എന്നിവർക്ക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 27 വൈകിട്ട് 6 മണിക്ക് മുനിസിപ്പൽ ടൗൺഹാളിലാണ് സ്വീകരണ പരിപാടി. ജൂൺ 27 ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട മഞ്ഞളാംകുഴി അലി സാഹിബിനും മങ്കട MLAയും മുൻ മന്ത്രിയും പെരിന്തൽമണ്ണ MLAയുമായിരുന്ന അദ്ദേഹത്തിന് നമ്മളുടെ എല്ലാവരുടെയും ഭയങ്കര പ്രിയങ്കരനായ നജീബ് കാന്തപുരം അവർക്കും ഈ ബഡ്ജറ്റിൽ തന്നെ പെരിന്തൽമണ്ണയുടെ വ്യാപാരികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന മാനത്തുമംഗലം ബൈപ്പാസ് കൊണ്ടുവരുവാൻ പ്രയത്നിച്ച 2 പേർക്കും പെരിന്തൽമണ്ണ വ്യാപാരികളുടെയും മറ്റുള്ള സംഘടനകളുടെയും അതുപോലെ തന്നെ പെരിന്തൽമണ്ണ വ്യാപാരികളുടെ കുടുംബാംഗങ്ങളുടെയുമായ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ ഒരു സ്വീകരണ യോഗം നടക്കാൻ പോവുകയാണ്. പെരിന്തൽമണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഈ 2 MLAമാരും മാനത്തുമംഗലം ബൈപ്പാസിന് വേണ്ടി കൊല്ലങ്ങളായി പ്രയത്നിച്ചുകൊണ്ടിരുന്ന് ഇപ്പോഴാണ് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അതിൽ വ്യാപാരികളുടെ സന്തോഷം അറിയിക്കുകയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വ്യാപാരികളുടെ ലക്ഷ്യം. വൈകിട്ട് 5 മണിക്ക് ഗാനമേളയോടെ തുടങ്ങുന്ന പരിപാടി വിപുലമാക്കാനാണ് സംഘാടകരുടെ തീരുമാനം. മുമ്പ് LDF സർക്കാർ കാലത്ത് ഒരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതി കൊണ്ടുവരാൻ ട്രഷറിയിൽ പോലും പണം നിക്ഷേപിച്ച് ആത്മാർത്ഥത കാണിച്ചതാണ് അസോസിയേഷൻ. എന്നാൽ സർക്കാർ തലത്തിൽ നടപടികൾ ഉണ്ടാവാത്തതിനാൽ പദ്ധതി നടക്കാതെ പോയി. പുതിയ മാർക്കറ്റ് കോംപ്ലക്സിലെ വ്യാപാരികളും മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ വ്യാപാരികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളും സംഘടനാ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ടൗണിന്റെ സെൻട്രലിലെ സ്ഥലമാണ് പെരിന്തൽമണ്ണ എന്നറിയപ്പെടുന്നത്. ആ മാർക്കറ്റായി അതിന്റെ അവസ്ഥ കണ്ടാൽ നമ്മളൊന്ന് 10 പൈസ കൊടുത്ത് സാധനം തിന്നാൻ ആ സ്ഥലത്ത് വാങ്ങില്ല. അത്രയും മോശം. ഒരു 100 ഗ്രാം പച്ചമുളകോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഈ ചെറുപ്പക്കാർ സാധാരണക്കാർക്ക് വാങ്ങാൻ അവിടുന്ന് കഴിയില്ല. അവിടുത്തെ കസ്റ്റമേഴ്സ് ആരാന്നറിയോ? ബംഗാളി അല്ലാത്ത ഒരു മനുഷ്യൻ അവിടുന്ന് സാധനം വാങ്ങും. 14 അല്ലേ എത്രയും നിലയുടെയാണ് അതിന്റെ പ്ലാൻ. അത് 2 തലയിൽ അവസാനിപ്പിച്ച് അതിന്റെ കാര്യം ബാക്കിയുള്ളവരൊക്കെ കൂടി അവിടെ ടോപ്പിൽ മേഞ്ഞിട്ടില്ല, ഷീറ്റ് വാർത്തിട്ടില്ല. അവിടെ വെറും സാധാരണ ഷീറ്റ് ഇട്ടില്ല. ഈ പാവങ്ങൾ രാവിലെ ചെന്നാൽ മഴയുണ്ട്, രാത്രി ചെയ്യും. ഇത് മുക്കലാ വഴി. ഇത് മുക്കി തോർത്തിട്ട് വേണം അവർക്ക് പീടി തുറക്കാൻ. മുക്കാലിന്റെ ഞെരളി വരെയും മുട്ടുവരെയും വെള്ളം നിൽക്കണം. പിന്നെ അത് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോഴും മാറ്റിയിട്ടില്ല. അപ്പൊ ഇതൊക്കെ വന്ന് നിങ്ങളും ഞങ്ങൾ പറയുന്നത് ചെയ്യണം, നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്നും വേണ്ട എല്ലാവർക്കും. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നഗരസഭാ അധികൃതർ തയ്യാറാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് ചമയം ബാപ്പു, ജനറൽ സെക്രട്ടറി ഷാലിമാർ ഷൗക്കത്ത്, ട്രഷറർ K അബ്ദുൽ ലത്തീഫ്, വർക്കിംഗ് പ്രസിഡന്റ് PTS മൂസു, വർക്കിംഗ് സെക്രട്ടറി CP മുഹമ്മദ് ഇക്ബാൽ, വൈസ് പ്രസിഡന്റുമാരായ ലിയാഖത്ത് അലി ഖാൻ, യൂസഫ് രാമപുരം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.